ഹായ്, എൻ്റെ പേര് ടിറ്റോ. നോർത്ത് പറവൂരാണ് സ്ഥലം. ഗോവൽ ഏജൻസിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 7 മന്ത് കൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഞാനിപ്പോൾ വെക്കേഷൻ വന്നതാണ്. ഇപ്പോൾ എൻ്റെ കമ്പനി ലിത്വാനിയ ആണെങ്കിലും എൻ്റെ വർക്ക് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്നത് നെതർലാൻഡിലാണ്. അവിടെ പൈപ്പ് ഫിറ്ററും ഹൾഷിപ്പ് ഫിറ്ററും 2 പൊസിഷനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല വർക്കൊക്കെയാണ്. കറക്റ്റായിട്ട് സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. വേറെ പ്രോബ്ലംസൊന്നുമില്ല. പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ജോബും എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഒരു ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യണ്, അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് യൂറോപ്യനിൽ വർക്ക്. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യണം അവിടെ. ഇവിടെ നിന്ന് നമ്മൾ വിചാരിക്കും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 പേര് 4 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രോബ്ലം ഒരു മാസം എനിക്ക് ഉണ്ടായി, കാരണം നമ്മളങ്ങനെ ജോബ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കാരണം നമ്മളത് ചെയ്യണം എന്നുള്ളൊരു ഘടകം മുന്നിലുള്ളതുകൊണ്ട് നമ്മളത് ഓവർകം ചെയ്ത് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ബെറ്റർ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറും മൊത്തം. കാരണം നമ്മൾ ഒരു പണത്തിന് വേണ്ടിയാണല്ലോ എവിടെയും ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് സന്തോഷം, നമ്മുടെ ഫാമിലി ഹാപ്പി എല്ലാ രീതിയിലും. പിന്നെ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോണ്. ഇപ്പം ഞാനൊരു 60 ദിവസം വെക്കേഷൻ വന്നതാണ്. ഞാൻ ഈ 29 തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ അകത്ത് പൈപ്പ് ലൈനിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. ആ പൈപ്പ് ലൈനിൻ്റെ വർക്കിൽ എല്ലാം വ്യത്യസ്തമാണ് ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാലും നമ്മളവിടെ ചെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് എല്ലാവരും പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നത്. കാരണം VFSന് പോയതാണെങ്കിലും അതേപോലെ തന്നെ കാർഡ് കളക്ഷൻ ആണെങ്കിലും അത് കഴിഞ്ഞ് ടിക്കറ്റ് കാര്യങ്ങളാണെങ്കിലും എല്ലാവരും അപ്ഡേറ്റഡ് ആയിരുന്നു. ഓരോ മാക്സിമം 6 to 7 മന്ത് കൊണ്ട് ഞാൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല വേക്കൻസിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടൊന്നും വേണ്ട, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതിലെങ്കിലും നമുക്കൊന്ന് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോവലിലെ എല്ലാ ടീം മെമ്പേഴ്സിനും എൻ്റെ ഒരു പ്രത്യേകം താങ്ക്സ്.